ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2024ന്റെ അച്ചീവേഴ്സ് ബാച്ചിന്റെ പെർസെന്റേജ് രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഈ ഒരു അച്ചീവേഴ്സ് ബാച്ചിൽ രണ്ട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇലക്ഷന്റെ ക്ലാസ്സും ഒന്ന് പെർസെന്റേജിന്റെ ഫസ്റ്റ് പാർട്ടും. അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് തന്നെ വരാൻ നോക്കുക. പെർസെന്റേജിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു അച്ചീവേഴ്സ് ബാച്ച് എന്താണെന്നും ഇത് പഠിക്കുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ക്ലാസ്സുകൾ കാണണം, ഏതൊക്കെ പ്ലേലിസ്റ്റുകളാണ് കാണേണ്ടത്, അതെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എടുത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ എവിടെ നിന്നാണ് നിങ്ങൾ കാണേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദയവായിട്ട് അത് ഫസ്റ്റ് ക്ലാസ് കാണുക. അപ്പോൾ ഈ അച്ചീവേഴ്സ് ബാച്ച് എന്ന് പറയുന്നത് നമ്മളുടെ എക്സാമിന് ഇനി 2 to 3 മാസമേ ഉള്ളൂ, 2 മാസമേ ഉള്ളൂ മാക്സിമം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെ എഫക്റ്റീവായിട്ട് നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ള രീതിയിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ ഈ അച്ചീവേഴ്സ് ബാച്ചിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മളൊരു 7-8 മാസം മുന്നേ തന്നെ CGL 2024 വേണ്ടിയുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് ഓരോ ചാപ്റ്ററിൻ്റെയും എടുത്ത് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു എക്സാം അടുക്കും തോറും അപ്പോൾ അന്ന് മുതലേ നിങ്ങൾ ഫോളോ ചെയ്ത് വരുന്നവരാണെങ്കിൽ അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇനി നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ ക്ലാസ്സുകളാണ് കാണേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. അങ്ങനെ ഫോളോ ചെയ്ത് ഈ ഒരു ലെവലിൽ ആവുമ്പോൾ, ഈ ഒരു സമയമാകുമ്പോൾ നിങ്ങളുടെ ഗിയർ മാറ്റേണ്ട സമയമായി, അതായത് പ്രാക്ടീസ് കൂടുതൽ ചെയ്യേണ്ട സമയമായി, കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു അച്ചീവേഴ്സ് ബാച്ച് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ പെർസെൻറ്റേജിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം, എങ്ങനെയാണ് എൻ്റെ സൊല്യൂഷൻസ് ഒക്കെ നോക്കാം. കുറച്ച് കൂടുതൽ നല്ല ബെസ്റ്റ് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കിതിൽ ഇന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഓൺലൈനിലെ നമ്മുടെ CGLന്റെ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, മാത്സിന്റെ കാര്യത്തിൽ ഉറപ്പ് തരുന്നു. ഫൗണ്ടേഷൻ ബാച്ച്, CGLന്റെ ബാച്ച്, അതേപോലെ നമ്മുടെ പ്രോ ലെവൽ ബാച്ച്. അപ്പോൾ ഈ ഒരു CGL കോഴ്സ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 3 ബാച്ചസും അവിടെ അവൈലബിൾ ആണ് എല്ലാ സബ്ജക്റ്റിലും. അപ്പോൾ ഞാൻ മാത്സിന്റെ കാര്യം പറയുന്നത് മാത്സ് എടുക്കുന്നതുകൊണ്ട് ഞാൻ പറയുവാണ്, ഈ ഫൗണ്ടേഷനും CGLും ഈ പ്രോ ലെവലും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഒറ്റ കോഴ്സിലൂടെ തന്നെ നിങ്ങൾക്ക് മാത്സിന് പ്രിലിംസ് പ്ലസ് മെയിൻസിന് ഫുൾ മാർക്ക് വാങ്ങാനുള്ള കണ്ടന്റും മെന്ററിങ്ങും അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത്. കണ്ടന്റിനെ പറ്റി നിങ്ങൾക്ക് വേറെ എവിടെയും പോയി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഫുൾ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ്, ഡെമോ ക്ലാസ്സുകളും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു വർഷത്തെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഒരു 2 മാസം കൊണ്ട് ഈ ഒരു ക്ലാസ്സുകൾ വഴി നടത്താൻ പറ്റും എഫക്റ്റീവായിട്ട്. ഓൺലൈൻ പഠിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിറ്റർമിനേഷൻ എത്രയാണ്. നിങ്ങൾക്ക് നല്ല ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓൺലൈൻ വഴി ക്ലാസ് കണ്ട് പഠിക്കാൻ പറ്റൂ. അത് ഉള്ളവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഓൺലൈൻ ആയിട്ടുള്ള ഈ CGLന്റെ കോഴ്സ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ചെക്ക് ചെയ്ത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ കൊല്ലം കൂടെ ഇതിലുണ്ട്, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുള്ള ഒരു ഹോംവർക്ക് ആയിരുന്നുണ്ട്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കുറച്ച് പേര് ആൻസർ കമന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം എന്താണ് ആൻസർ നോക്കാം. ഇൻ എ വർക്ക്ഷോപ്പ് വിത്ത് 80 സ്റ്റുഡൻസ് ആൻഡ് 10 റിസോഴ്സ് പേഴ്സൺസ്, സ്വീറ്റ്സ് were distributed at the end of the workshop. The amount spent for distributing sweets to each student was 80% of the total number of students. അപ്പോൾ ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഇങ്ങനെ എത്ര വലുതായിട്ട് കിടക്കുന്നുണ്ടെങ്കിലും ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ഒരു എമൗണ്ട് സ്പെൻഡ് ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് സ്വീറ്റ്സ് ടു ഈച്ച് സ്റ്റുഡൻറ്റ്. ഇപ്പോൾ സ്റ്റുഡൻറ്റിന് ആവുന്ന ചിലവെന്ന് പറഞ്ഞാൽ എത്രയാണ്? 30% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 80 സ്റ്റുഡൻസ് ആണ്. അതിന്റെ 30%, 80ന്റെ 30% എന്ന് പറഞ്ഞാൽ 240 ആണ്. 8 3 24 24 ഓക്കെ, 24 ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ആൻഡ് എമൗണ്ട് സ്പെൻഡ് ടുവേർഡ്സ് ഈച്ച് റിസോഴ്സ് പേഴ്സൺ വാസ് 40% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. 40% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, ഇപ്പോൾ 40% എന്ന് പറയുമ്പോൾ എത്ര വരും? 32 വരും. ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഫോർ സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ വർക്ക്ഷോപ്പ്. അപ്പോൾ ഇവിടെ 80 പേരാണുള്ളത്. ഓക്കെ, 80 പേർക്ക് ഈച്ച് സ്റ്റുഡൻസ് ആണ് 24. അപ്പം 80 പേർക്ക് എത്രയാണ്? 80 × 24. ഓക്കെ, ഒരാൾക്ക് 30% ഓഫ് 80 ആണ്, അതായത് 24 ആണ്. അങ്ങനെ എത്ര പേരുണ്ട്? 80 സ്റ്റുഡൻസ് ഉണ്ട്. ടോട്ടൽ എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി റിസോഴ്സ് പേഴ്സൺ എത്രയാണ്? 40% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇതിന്റെ 40 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32. അങ്ങനെ എത്ര പേരുണ്ട്? ഒരാൾക്ക് 32, അങ്ങനെ 10 റിസോഴ്സ് പേഴ്സൺ ആണുള്ളത്. അപ്പോൾ എത്രയാണ്? 24 കൊണ്ട് 192. 1920 320. 1920 20 40 ആയിരുന്നു. 40 വരും, പിന്നെ 300 സംതിങ് ഉള്ളൂ. 2240. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കുക. 2240. ഓക്കെ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ കുറേ പേര് ആൻസർ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിന്റെ ഓപ്ഷനോടെ ഞാൻ ഓപ്ഷൻ തന്നിട്ടില്ലായിരുന്നു. ഓപ്ഷൻ നമുക്ക്
ഇങ്ങനെയാണ് ഓപ്ഷൻ എന്ന് വെച്ചോ. -118.6, ബി 118.6, ഓപ്ഷൻ സി -181.6, ഓപ്ഷൻ ഡി 181.6. ഓക്കെ, ഏതാണെന്ന് നോക്കാം. കുറച്ച് പേര് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. വാട്ട് ഇസ് വാല്യൂ ഓഫ് 9% ഓഫ്, ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊരു പഠിച്ച് നിങ്ങൾ എങ്ങനെയായിരിക്കണം ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്? 9% 55 എന്ന് കാണുമ്പോൾ 55, 1% 55 ആണ്. 55 9 എത്രയാണ്? 495. അപ്പൊ അത്ര മാത്രമേ എഴുതാവൂ. 495 അധികം 2.54% ഓഫ് ഇത്. പെർസെന്റേജ് 20 വെട്ടിപ്പോയി. 24 ഗുണം 11 എന്ന് പറയുമ്പോൾ 240, 24, 264, പിന്നെ ഒരു പോയിന്റ് 26.4. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. -40% ഓഫ് 1600, 1% 16 ആണ്. 16 64. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആൻസർ? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആൻസർ ആയിരിക്കും. 495, 26, 64. ഓക്കെ, അപ്പൊ ഇതെന്ന് വെച്ചാൽ നോക്ക് 26, 64 ഏകദേശം -40 വരും. അതായത് കേവലം തെറ്റിയോ? -40% ഓഫ് 1600. ഓക്കെ, 40% ഓഫ് 1600 ആണ്. ഓക്കെ 160 640 ആണ്. ഓക്കെ, അപ്പൊ കറക്റ്റ്. 16 എന്ന് പറഞ്ഞാൽ ഇതിന്റെ 10 1% നമുക്ക് 40%, 40. ഓക്കെ, 600. അപ്പൊ നെഗറ്റീവ് വരും. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? ഏകദേശം ഇത് ഒരു 520 അടുത്ത് പോകും. 520 അടുത്ത് പോകും. ഇത് 640. ഏകദേശം ഒരു -120 അടുത്ത്. നിങ്ങളുടെ ഓപ്ഷൻ ഇതുണ്ട്, ഓപ്ഷൻ എ ഉള്ളൂ. പ്ലസ് അല്ല, -120 അടുത്തേ പോകത്തുള്ളൂ. ഓക്കെ, ഇത് ശ്രദ്ധിച്ചോളാം. 40% 1600 ആണ്. ഓക്കെ, അപ്പൊ ഇതിന് ആൻസർ നിങ്ങൾ ഓൾറെഡി ഹോംവർക്ക് ആയിട്ട് ചെയ്തതാണ്. -118.6 ആൻസർ കിട്ടും. യെസ്, ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിരുന്നു. 2 ക്വസ്റ്റിനും ആൻസർ ശരിയായിട്ട് പറഞ്ഞവർക്ക് കാര്യങ്ങൾ അറിയാം. അല്ലാത്തവർ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്പാണ്. കാൽക്കുലേറ്റീവ് ആയിട്ട് ആ ഒരു എക്സാമുകളിൽ, കഴിഞ്ഞ പ്രീവിയസ് എക്സാമുകളിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരുപാട് ഡേറ്റ മാറ്റി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. If decreasing 180 by x% gives the same result as increasing 60 by x%, then x% of 410 will be more than ഇത്രയും എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കാണുവാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, അച്ചീവേഴ്സ് ബാച്ച് ആണ്. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. പിന്നെ മുന്നേ ഉള്ള മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 180 x% കൊണ്ട് ഡിക്രീസ് ചെയ്യുന്നത് സെയിം റിസൾട്ട് ആസ് ഇൻക്രീസിങ് 60 by x%. ഇപ്പൊ 180 ഇൻറ്റു ഇവിടെ എഴുതുന്നെങ്കിൽ 180 ഡിക്രീസ് ആണ്. 100 - x, ഒരു സാധനം x% ഡിക്രീസ് ആകുമെന്ന് പറഞ്ഞാൽ അത് അതിന്റെ 100 - x% ആവും. 100 - x% ആവും. ഇതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ കുറച്ച് പേര് പറഞ്ഞു, എക്സ്പ്ലനേഷൻ കുറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ ഒക്കെ ഓൾറെഡി ബേസിക് ക്ലാസ്സുകളിൽ ഞാൻ കാണിച്ചു തന്ന ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അത് ദയവായിട്ട് അത് കാണുക. അതും കൂടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ ഒരു ദിവസം ചെയ്യുന്ന ക്വസ്റ്റ്യന്റെ എണ്ണം കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ ഇൻക്രീസിങ് 60 by x%. ഒരു സാധനത്തെ x% ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ 100 + x% ആക്കുക. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും നമുക്ക്? ഇത് ഡയറക്റ്റ് തന്നെ ഇത് 3 എന്ന് കിട്ടി. 100 + x by 100 - x എന്ന് പറഞ്ഞാൽ 3/1 എന്ന് കിട്ടി. അപ്പൊ 100 + x by 100 - x 3. ഈ 100 - x താഴെ വരും. അപ്പൊ x ന്റെ വാല്യൂ എത്രയാണ്? 50 ആണ്. 150/50 ആണ്. ഓക്കെ, x ന്റെ വാല്യൂ 50 നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. x ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 50 കിട്ടി. ഇനി then x% of 410, 50% of 410. 50% പകുതിയാണ്. 410ന്റെ പകുതി 205 വിൽ ബി മോർ ദാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലാണ് എഴുതുന്നത് x + 20%. അതായത് 70% ഓഫ് 210. x എന്ന് പറഞ്ഞാൽ 50 ആണ്. 50 + 20 70% ഓഫ് 210. 21 10%. 21 × 7 147. 147നേക്കാളും എത്ര പെർസെന്റേജ് കൂടുതലാണ്? 205. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എത്ര കൂടുതലാണ്? 53 5 58. 58 കൂടുതലാണ് എത്രനേക്കാളും? 147നേക്കാളും. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് 40%, ഇതിന്റെ 40% എടുക്കുക. 10% 14 പോയിന്റ് ഇടും. 40% എന്ന് പറഞ്ഞാൽ 56 2.8. 58ന്റെ അടുത്ത് വരും. 58.8 എന്ന് വരും. അപ്പൊ 58ന്റെ അടുത്ത് വരും 40%. അപ്പോൾ നമ്മുടെ ആൻസർ പറഞ്ഞാൽ എന്താണ്? 40%-ത്തേക്കാളും ജസ്റ്റ് കുറവ്. ഒരു 0.8ന്റെ കുറവുള്ളൂ. 0.8 എന്ന് പറഞ്ഞാൽ ഇതിന്റെ 1% 1. 1% പോലും കുറവില്ല. അപ്പൊ ഏതുണ്ട് ഓപ്ഷൻ ഡി. ഇത് കാൽക്കുലേഷൻ ചെയ്യുന്നതൊക്കെ 58/147 × 100 ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇത് സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവര് ആൻസർ കിട്ടും. അങ്ങനെ ആൻസർ കിട്ടുന്നതും ഇങ്ങനെ ആൻസർ കിട്ടുന്നതും വളരെ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെ ആൻസർ കിട്ടുന്ന മെത്തേഡ്സ് നമ്മുടെ ക്ലാസ്സുകളിലുണ്ട്. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഒരു ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞു. അത് നിങ്ങൾ പഠിച്ചാൽ ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളത്. നമ്മളുടെ ബെസ്റ്റ് മെത്തേഡായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അത് ഈ ക്വസ്റ്റ്യൻ പഠിച്ചവർക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആ ഒരു എഴുതുന്നത് കാണുമ്പോൾ തന്നെ ഇനി വളരെ സ്പീഡിൽ, ഈ സ്റ്റെപ്പും വേണ്ട, ഇതിന് സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 180 x%, 1 + x, ഇവിടെ x + 100 + x, 100 - x, 100 + x 180, 3 ഇവിടെ വരും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 3/1 ആണ് 100 - x, 100 + x by 100 - x. അപ്പം ഡയറക്റ്റ് എഴുതാം. എക്സിന്റെ വാല്യൂ 50, എക്സിന്റെ വാല്യൂ 50 നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എത്ര സ്പീഡിൽ വേണമെങ്കിലും ചെയ്യാം. എക്സിനെ വേണമെങ്കിൽ ഫ്രാക്ഷനിലാക്കാം. അപ്പൊ ഇങ്ങനെ മതി. ഇതായിരിക്കും ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. അടുത്ത ഇതിന്റെ ഓപ്ഷൻ എഴുതാം. ഓപ്ഷൻ എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ പറഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക്. യെസ്,
നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി -2, ഓപ്ഷൻ സി -4, ഓപ്ഷൻ ഡി 5. ഏത് വരും? ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ബുക്കിലൊന്നും കണ്ടിട്ടില്ലാത്ത ടൈപ്പ്, ഇത് സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, യെസ്. ഇങ്ങനെയുള്ള സെക്ഷന്റെ ഓരോ സെഷന്റെയും ആവശ്യകത നിങ്ങൾ പറയണം. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അങ്ങനെ അധികം കിട്ടില്ല. യെസ്. A shopkeeper charges sales tax of X% up to 2000 and above it he charges 5%. A customer pays a total tax of 320 when he purchases goods worth 6000 and pays total tax of 680 for the goods worth 12000. Value of X minus 5. ഇത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ആർക്കെങ്കിലും ആൻസർ കിട്ടിയൊന്നില്ലേ? എങ്ങനെ ചെയ്യുന്നത് പറയട്ടെ. അപ്പോൾ 6000 2000 വരെ അയാൾ X% ചെയ്യുന്നത്. അപ്പോൾ 6000 രൂപയുടെ സാധനം വാങ്ങിയപ്പോൾ അയാൾക്ക് 320 രൂപ ടാക്സ് ആയി. 12000 രൂപ സാധനം വാങ്ങിയപ്പോൾ 680 ടാക്സ് ആയി. ഈ ഡിഫറൻസ് എത്ര വരുന്നത്? എത്ര രൂപയുടെ ഡിഫറൻസ് വരുന്നത്? ഡിഫറൻസ് എടുക്കുമ്പോൾ 360 രൂപയുടെ ഡിഫറൻസ് വരുന്നത്. ഈ 360 രൂപയുടെ ഡിഫറൻസ് വന്നത് എന്തുകൊണ്ടാണ്? ആദ്യത്തെ 2000 X% ടാക്സ്. ഈ 6000 രൂപയ്ക്ക് സാധനം വാങ്ങുമ്പോൾ 2000 രൂപയുടെ X% ഇവിടെയും കണക്കാക്കിയിട്ടുണ്ട്. ഈ 12000 വാങ്ങുമ്പോൾ പോലും 2000 രൂപയുടെ X% ഓൾറെഡി കണക്കാക്കിയിട്ടുണ്ട്. അപ്പൊ ഡിഫറൻസ് വരാൻ ചാൻസ് ഉള്ളത് എവിടെയാണ്? ഈ ഒരു 6000 രൂപയിൽ. 6000 രൂപ വരെ ഫസ്റ്റിനകത്തുണ്ട്, 12000 രൂപ വരെ സെക്കൻഡ് കേസ് ഉണ്ട്. ആ ഡിഫറൻസ് വരുന്നത് ഈ 6000 രൂപയിലാണ്. ഈ 6000 രൂപയിലാണ് രണ്ട് കേസിന് ഡിഫറൻസ് വരുന്നത്. അപ്പൊ 6000 രൂപയുടെ Y% അല്ലെ, ഇവിടെയും ബാക്കി 4000-ന് Y%, ഇവിടെയും ബാക്കി 10000-ന് Y%. നമുക്ക് X% ഡിഫറൻസ് അവിടെ വരുന്നില്ല. കാര്യം രണ്ടിടത്തും ആദ്യത്തെ 2000 രൂപയ്ക്ക് X% തന്നെയാണ് ഇൻട്രസ്റ്റ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ അത് രണ്ടിടത്തും എന്തായി? ക്യാൻസൽ ആയി പോയി. അപ്പൊ 6000 രൂപയുടെ Y%ലാണ് ചേഞ്ച് വരുന്നത്. അപ്പൊ 6000 രൂപയുടെ Y% ചേഞ്ച് വന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് വന്നത്? ഈ 360 രൂപയുടെ ചേഞ്ച് അവിടെ വന്നത്. സമ്മിൽ 6000 രൂപ കൂടി ഇൻട്രസ്റ്റിൽ 360 രൂപ. ഇൻട്രസ്റ്റ് ആണോ ടാക്സിൽ 360 രൂപ വ്യത്യാസം. എത്രൻ്റെയോ 6000-ന്റെ Y% ആണ് 360. 6000-ന്റെ എത്ര പെർസെൻറ്റേജ് 360? 60 എന്ന് പറഞ്ഞാൽ 1%. 60 ഗുണം 6 അല്ലേ, അതായത് 6% ആണ്. വൈയുടെ വാല്യൂ എത്ര കിട്ടി? വൈയുടെ വാല്യൂ 6 കിട്ടി. ഇപ്പൊ ഇവിടുത്തെ വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ് നമ്മുടെ വാല്യൂ. ഇനി നമുക്ക് എക്സ് വേണം. എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എവിടെന്നെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കണ്ടുപിടിച്ചാൽ പോരെ. X% 2000. അപ്പം എവിടെ നിന്ന് വേണം? ഇവിടെ കണ്ടുപിടിക്കാം 320. ഓക്കെ, Y% എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആദ്യത്തെ കേസിൽ 6000 രൂപയ്ക്ക് അയാൾ വാങ്ങുന്നത്, 2000 രൂപയ്ക്ക് X%, ബാക്കി 4000 രൂപയ്ക്ക് Y%. അപ്പൊ 4000 രൂപയ്ക്ക് Y% എന്ന് പറഞ്ഞാൽ 4000-ന്റെ 6%. 4000-ന്റെ 1% 40 ആണ്. 6% എന്ന് പറഞ്ഞാൽ 240 രൂപയാണ് വരേണ്ടത്. ടോട്ടൽ എത്ര വന്നത്? 320 വന്നത്. ബാക്കി 80 രൂപ. ബാക്കി 80 രൂപ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണ്? 2000-ന്റെ X%. എന്തിൻ്റെയോ X% ആണ് എന്തെന്ന് പറയുന്നത്? 80 രൂപ. 2000-ന്റെ X% ആണ് 80 രൂപ. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര? 2000-ന്റെ 1% 20 ആണ്. 2000-ന്റെ 1% 20 ആണെങ്കിൽ 20 ഗുണം 4 അല്ലേ 80. എക്സിന്റെ വാല്യൂ എത്രയാണ്? 4%. 4%. എക്സിന്റെ വാല്യൂ എത്രയാണ്? 4. നമ്മുടെ ആൻസർ 4 - 6 - 2. ഞാൻ ഉറപ്പ് തരാം, ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ സൊല്യൂഷൻ ചെയ്യേണ്ടത്. ഇതാണ് എക്സാം സൊല്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇനി എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ബേസ് ലെവലിൽ പഠിച്ചെന്ന് പറഞ്ഞാലും സൊല്യൂഷൻ ഇങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോൺഫിഡൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു 6% എടുത്താണ്. അപ്പോൾ ഇവിടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പൊ 2000 രൂപ ഉണ്ട്, അതിന്റെ X% ആണ് ഫസ്റ്റ് കേസിൽ 2000 രൂപയുടെ X%. ബാക്കി 4000 രൂപയ്ക്ക് എന്താ ചെയ്യുന്നത്? Y% ആകുന്നത്. ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ കേസിൽ ഇവിടെ 6000 രൂപയാണ് അയാൾ ടോട്ടൽ കൊടുത്തത്. അയാൾക്ക് എത്ര കിട്ടി? ടാക്സ് 320 ടാക്സ് കിട്ടി. ഈ രണ്ടാമത്തെ കേസിൽ ആദ്യത്തെ 2000 രൂപ 12000 രൂപയ്ക്കാണ് അയാൾ വാങ്ങിയത്. ഓക്കെ, 12000 രൂപയ്ക്കാണ് വാങ്ങിയത്. ആദ്യത്തെ 2000-ന് എന്ത് തന്നെയാണ്? X% തന്നെയാണ് റേറ്റ്. ബാക്കി 10000 രൂപയ്ക്കാണ് എന്തെന്ന് പറയുന്നത്? Y% റേറ്റ്. അങ്ങനെ ആയതുകൊണ്ട് എത്ര? 680 ആണ് അയാൾ ടാക്സ് കൊടുത്തത്. ഞാൻ എന്ത് ചെയ്തു? ഇക്വേഷൻ 2-ൽ നിന്നും ഇതിൽ നിന്നും ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 360 = 6000-ന്റെ Y%. 6000-ന്റെ Y% എന്ന് കിട്ടും. ഇതേ കാര്യം തന്നെയാണ്. ഇങ്ങനെ ഇക്വേഷൻ എഴുതി ചെയ്യുന്നവർ കാണും. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇക്വേഷൻ എഴുതി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം പോകത്തേ ഉള്ളൂ. അപ്പൊ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഇനി നിങ്ങൾ എന്ത് ചെയ്യും? ഇനി ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഇത്രയെങ്കിലും എഴുതുമോ? ഇത്രയും എഴുതേണ്ട ആവശ്യമില്ല. ഇതാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അടുത്ത വട്ടം അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? അതിന്റെ അത്ര എഴുതരുത്. അതിന് അത്രയും വട്ടം എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചെയ്യണം. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോക്കായിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടത്തില്ലെന്ന്. പക്ഷെ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. മാർക്ക് കൂടുതൽ കിട്ടണം. ഒരേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ വീണ്ടും ചെയ്താലേ അതിലെന്താവത്തുള്ളൂ? സ്പീഡ് കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഇനി ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? 2000 രൂപയ്ക്ക് രണ്ടിടത്തും സെയിം ആണ്. ബാക്കി 6000 രൂപയ്ക്കാണ് എന്ത് വന്നത്? 360 രൂപ. അപ്പൊ 6000 രൂപയ്ക്കുടെ Y% ആണ് 360. 6000-ന്റെ 6% ആണ് 360. Y = 6 ഡയറക്റ്റ് കിട്ടും. Y 6 ആണെങ്കിൽ ഇവിടെ 4000-ന്റെ 6% 240 ആണ്. ബാക്കി 80 2000-ന്റെ X% ആണ്. 2000-ന്റെ 1% 20 ആണ്. 80 ആവണമെങ്കിൽ 4%. ഇന്ന് ഇക്വേഷൻ വേണം. എക്സിന്റെ വാല്യൂ 4. അപ്പൊ 4 - 6 - 2. ഓക്കെ, അപ്പം 6 4 കിട്ടിക്കഴിഞ്ഞാൽ ഇത് എഴുതിയില്ലെങ്കിലുള്ള പ്രശ്നം എന്താ?
6-4 2 എഴുതി വെക്കും. ഇത്രയും കണ്ടുപിടിച്ചിട്ട് 6-4 2 എഴുതി സില്ലി മിസ്റ്റേക്ക് വരുന്നവരുണ്ട്. ആ സില്ലി മിസ്റ്റേക്കും ഒഴിവാക്കണം. മാത്സ് നല്ല രസമാണ്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ബേസ് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ഈ ക്ലാസ് എൻ്റെ ആദ്യമായിട്ട് ഈ ക്ലാസ്സാണ് നിങ്ങൾ കാണുന്നതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും, ഓ ഈ ക്ലാസ് ഒരു കാര്യവും മനസ്സിലാവുന്നില്ല, ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ പറയുകയാണ്. പക്ഷെ നിങ്ങൾ ആദ്യം മുതൽ കണ്ടുവരുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് മാത്രം നോക്കിയാൽ മതി. ഈ ഒരു ചാനലിലെ ഈ വീഡിയോയുടെ കമൻറ്റ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാവും എത്രത്തോളം നമ്മൾ ഡീപ്പായിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ എന്തായിട്ട് വരും, ഈസി ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന് ഞാൻ ഓപ്ഷൻ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ പറയുക. ഓക്കെ, ഓപ്ഷൻ പറയട്ടെ. ഓപ്ഷൻ എ 9.09%, ഓപ്ഷൻ ബി 10%, ഓപ്ഷൻ സി 11.11%, ഓപ്ഷൻ ഡി 12.5%. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വോളിയം ഓഫ് എ സിലിണ്ടർ ഈസ് 37% മോർ ദാൻ ദ വോളിയം ഓഫ് എ സ്ഫിയർ. ഇഫ് ബോത്ത് ഹാവ് ഈക്വൽ റേഡിയസ്, then by what percentage does the diameter of the cylinder exceeds the height? വോളിയം അല്ലേ സിലിണ്ടറിന്റെ അല്ലേ, സിലിണ്ടർ വോളിയം πr²h ആണ്, വോളിയം ഓഫ് സ്ഫിയർ 4/3 πr³ ആണ്, ഈക്വൽ റേഡിയസ് ആണ്. അപ്പോൾ ഈ r² ഇവിടുത്തെ r² പോയി, ഈക്വൽ റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്, വോളിയം 37% കൂടുതലാണ്. 37% എന്ന് പറഞ്ഞാൽ 3/8 ആണ്. അപ്പോൾ മോർ ദാൻ ദ വോളിയം ഓഫ് എ സ്ഫിയർ, സ്ഫിയറിന്റെ വോളിയം 8 ആണെങ്കിൽ അതിനേക്കായി 3 കൂടുതലായിട്ട് 11 ആണ് എന്തെന്ന് പറയുന്നത് സിലിണ്ടറിന്റെ വോളിയം. നമുക്ക് വേണ്ടത് ഡയമീറ്ററും ഹൈറ്റും തമ്മിലുള്ള, ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ എക്സീഡ്സ് ഇറ്റ്സ് ഹൈറ്റ്. ഡയമീറ്ററും ആ റേഡിയസും ഹൈറ്റിന്റെയും എന്ത് വേണം, റിലേഷൻ വേണം. രണ്ടിന്റെ ഡയമീറ്റർ സെയിം ആയിരിക്കും, രണ്ടിന്റെ സ്ഫിയറിന്റെയും നമ്മുടെ സിലിണ്ടറിന്റെ. അപ്പോൾ പയ്യും പയ്യും എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പം എന്ത് കിട്ടും? ഓക്കെ, ഇത് 3 മേളിൽ പോവും, 4 ഇതായിട്ട് 2 വരും. അപ്പോൾ r/h എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? r/h എന്ന് പറഞ്ഞാൽ 6/11 കിട്ടും, 6/11 കിട്ടും. നമുക്ക് വേണ്ടുന്ന ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ, ഡയമീറ്റർ ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ 2r വേണം. 2r എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇത് 12 വരും. അപ്പോൾ 12, 11 ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ എക്സീഡ്സ് ദ ഹൈറ്റ്, ഹൈറ്റിനേക്കാളും എത്ര കൂടുതലാണ്? ഹൈറ്റ് 11 യൂണിറ്റ് ആണെങ്കിൽ ഡയമീറ്റർ എന്താണ്? 12 യൂണിറ്റ് ആണ്. എത്രയാണ് കൂടുതൽ? 1/11. 1/11ന്റെ ഫ്രാക്ഷൻ വാല്യൂ 9.0. ഇത് നമ്മൾ പഠിച്ചിട്ടില്ലാണ്, ബേസിൽ പഠിച്ചിട്ടില്ല. ഇങ്ങനെ എന്ത് ചെയ്താൽ ഇത് ഇത്ര എഴുതേണ്ട ആവശ്യമില്ല, ഈ പൈയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പം r²h ഇപ്പം അറിയാം, റേഡിയസ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ h മാത്രം എഴുതിയാൽ മതി. താഴെ 4/3 വരും, ആ 3 മേളിൽ എഴുതാം. പൈ r³ ഒരു 6 മാത്രം വരും. ഇതിന്റെ വാല്യൂ വന്നിട്ട് 11/8. ഇപ്പൊ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ 2 ഇത് ഇവിടെ താഴെ വരുമ്പോൾ 6 ആവും. h/r എന്ന് പറഞ്ഞാൽ 11/6 എന്ന് വരും. അത് 2r ആക്കണം, ഇത് 12 ആവും. ഇപ്പൊ ഹൈറ്റ് 11 ആണെങ്കിൽ ഇത് 12 ആണ്. എത്രയാണ് കൂടുതൽ? 1 കൂടുതൽ, 11നേക്കായും 1/11 9.09. ഇത്ര എഴുതിയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ തീർക്കാം. ഇത്ര എഴുതി നിങ്ങൾക്ക് തീർക്കാം. സ്പീഡിൽ ചെയ്യാമോ അത്ര സ്പീഡിൽ ചെയ്യുക. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇത് ഏതോ സെലക്ഷൻ പോസ്റ്റ് അങ്ങനെയുള്ള ഒരു ഡിഫറൻറ്റ് ICRന്റെ ഏതോ ഡിഫറൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ചോദിച്ചുകൂടാ എന്നില്ല. പക്ഷെ ഇത് കാണുമ്പോൾ വലിയതാണെന്ന് തോന്നും. പിന്നെ വേറൊരു കാര്യം, ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് വരുമ്പോൾ എക്സാമിന് ആദ്യത്തെ ക്വസ്റ്റ്യനോ രണ്ടാമത്തെ ക്വസ്റ്റ്യനോ ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തേക്കോ. ഇത്രയും ലൈനൊക്കെ 1 2 3 4 5 6 7 8 ലൈനുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഇത് സ്പീഡ് ഇല്ലെങ്കിൽ നമുക്ക് നല്ല സ്പീഡിൽ വായിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും ഈ ക്വസ്റ്റ്യൻ. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ വന്ന് ചെയ്താൽ മതി. തേർഡ് റൗണ്ടിൽ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ കിട്ടിക്കോളും. ചുമ്മാ ഇരുന്ന് വായിച്ച് ചിലപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സമയം ഒരുപാട് എന്ത് ചെയ്യും, വേസ്റ്റ് ചെയ്യും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് സ്കിപ്പ് തന്നെ ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. റെക്ടാങ്കുലർ പോർഷൻ ഓഫ് എയർപോർട്ട് റൺവേ റിപ്പയർ ആണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ക്വസ്റ്റ്യനിൽ നിന്ന് വായിച്ചെടുക്കാം. ഇനി ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്താലേ ആ പ്രാക്ടീസ് വരത്തുള്ളൂ. ഫോർ വിച്ച് എസ്റ്റിമേറ്റ് വാസ് മെയ്ഡ് ഓൺ ദ ബേസ് ഓഫ് റേറ്റ് ഓഫ് ₹r per square meter. ബട്ട് വൈൽ ഡൂയിങ് ദ വർക്ക് ലെങ്ത് ഓഫ് ദ പോർഷൻ ഗോട്ട് ഇൻക്രീസ് ബൈ 10%, breadth 8%. Over and above this, there was an increase in the cost of the repair work to the extent of 15%. What was the overall percentage increase in the cost repair of over estimate? അതായത് r per square യൂണിറ്റിലായിരുന്നു എന്തെന്ന് പറയുന്നത് ആദ്യത്തെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്ത് ചെയ്തു, അവിടുത്തെ ലെങ്തും ബ്രെഡ്ത്തും ഏരിയ കൂടി, അതേപോലെ നമ്മളുടെ കോസ്റ്റ് ഓഫ് റിപ്പയർ എന്ത് ചെയ്തു കൂടി. അപ്പോൾ അങ്ങനെ കൂടുന്ന സമയത്ത് ഇപ്പൊ നമ്മളുടെ മനസ്സിൽ ഇരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ അതിന്റെ ഇവിടെ ചേഞ്ച് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏരിയയിൽ ചേഞ്ച് വന്നു. ഏരിയയിൽ ലെങ്ത് 10% കൂടി, ബ്രെഡ്ത്ത് 8% കൂടി, കോസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ, കോസ്റ്റ് ഓഫ് ദ റിപ്പയർ വർക്ക് എന്ത് ചെയ്തു 15% കൂടി. അപ്പൊ ഇതായിരിക്കും ഈ 3 ചേഞ്ച് കൂടെ സക്സസീവായിട്ട് എഫക്റ്റീവായിട്ടായിരിക്കും എവിടെ വരുന്നത്,
ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യം ഇത്രയേ ഉള്ളൂ. കാര്യം ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 10ന്റെയും 8ന്റെയും 15ന്റെയും എന്താണ് സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ച് ആണ്. അത്രേ ഉള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിച്ചെടുക്കാമെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് റൗണ്ടിൽ വന്ന് ചെയ്യും. 10ന്റെയും 8ന്റെയും 15ന്റെയും സക്സസീവ് എന്ത് വരും, 10 തൊട്ട് 18, 18.8, ഇവിടെ 18.8 A+B+AB ഉണ്ട്. അതും 15 ചെയ്യണം. അതായത് 33.8 കൂടുതലായിരിക്കും. 33.8 കൂടുതൽ എന്ന ഓപ്ഷൻ ഉണ്ട്, 2 ഓപ്ഷൻ ഉണ്ട്. 33.8 അധികം 18.8 ഇൻറ്റു 15/100 എന്ന് വെച്ചാൽ 18.8 ഇൻറ്റു 10 ചെയ്യുമ്പോൾ തന്നെ എന്തായി, 10 ചെയ്യുമ്പോൾ തന്നെ 188. അതേപോലെ 100 ചെയ്യുമ്പോൾ 1.88. ആൻസർ ഒന്നും എന്തായാലും 34 കൂടുതലാണ്, 34.8 കൂടുതലാണ്. നമ്മളുടെ ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ എ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണെങ്കിലും ഇത് എന്ത് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. വേണമെങ്കിൽ ഫുള്ള് ചെയ്യാം, ഇത് 15 ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല. കാര്യം 34.8 കൂടുതലായിരിക്കും ആൻസർ. ഇത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കാണത്തില്ല. ഇത് നിങ്ങളുടെ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്ത് സെറ്റാക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള പ്രീവിയസ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനിൽ എടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വായിച്ചിട്ട് ആൻസർ വന്നേ. कोई साइन तो निकाल के उसको बुक में से हां check yourself up on it's how much it is still there हां okay guys हां okay हां हां sugar हां salt unit oil हां liquid complex हां natural timber हां masala 500 हां sago butter 600 gram salt okay or urgent okay yes question okay with reference to a number greater than 1 the difference between itself and the reciprocal is 25% of the sum of itself and the reciprocal by how much percentage is the fourth power of the number greater than is square ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു നമ്പർ എക്സും അതിന്റെ റെസിപ്രോക്കൽ 1/x അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സെൽഫ് ആൻഡ് റെസിപ്രോക്കൽ ഈസ് 25% അതായത് 1/4 ആണ് 25% ഓഫ് ദ സം ഓഫ് ഇറ്റ്സെൽഫ് ആൻഡ് റെസിപ്രോക്കൽ അതായത് x + 1/x 4 ആണെങ്കിൽ x - 1/x എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ x + 1/x x - 1/x എന്ന് പറഞ്ഞാൽ 4/1 ആണ്. ഓക്കെ, ഇങ്ങനെ ഡയറക്റ്റ് എഴുതണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതായിരിക്കണം. അത് എന്ത് ചെയ്യാം, നമുക്ക് കമ്പൗണ്ട് ഡിവിഷൻ എടുക്കുമ്പോൾ നമുക്ക് x/1/x അതായത് എക്സിന്റെ സ്ക്വയർ കിട്ടും എന്ന് പറഞ്ഞാൽ 4 × 5 / 4 - 1. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റണം. x സ്ക്വയറിന്റെ വാല്യൂ ഇതാണ് എന്ന് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ ചെയ്തിട്ട് ഞാൻ ഇതൊന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താ ചോദിക്കുന്നത്, ബൈ ഹൗ മച്ച് പെർസെൻറ്റേജ് ഈസ് ദ ഫോർത്ത് പവർ ഓഫ് ദ നമ്പർ ഗ്രേറ്റർ ദാൻ ഈസ് സ്ക്വയർ. അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5/3 ആണ്.
ഫോർത്ത് പവർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ എത്രയാണ്, ഇതിനെ സ്ക്വയർ ചെയ്താൽ 25/9. അപ്പൊ നമുക്ക് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ബൈ ഹൗ മച്ച് പെർസെന്റേജ് ഇസ് ദ ഫോർത്ത് പവർ ഓഫ് ദ നമ്പർ ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് സ്ക്വയർ. സ്ക്വയറിനേക്കാളും ഇതാണ് ബേസ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പെർസെന്റേജ് ചോദിക്കുവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇതിന്റെ റേഷ്യോ എടുത്താൽ മതി. അപ്പൊ എന്ത് കിട്ടും, ഇത് 5 കിട്ടും, ഇവിടെ റേഷ്യോ എടുക്കുമ്പോൾ 3 കിട്ടും, 3:5 എന്ന് വരും. അതായത് 3 നിന്നും 5 എന്ന് പറഞ്ഞാൽ 2 കൂടുതൽ 3 2/3 66.66 അല്ലെങ്കിൽ 66.7% കൂടുതലാണ്. അപ്പൊ ഇതിന് സിമ്പിൾ ആയിട്ടൊരു സൊല്യൂഷൻ ഇല്ല. പക്ഷെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയണം. ആ കാര്യങ്ങളൊക്കെ കമ്പൗണ്ടോ ഡിവിഡൻഡോ എന്താണെന്ന് റേഷ്യോയുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പെർസെന്റേജ് ചേഞ്ച് എടുക്കുന്നതെന്ന് പെർസെന്റേജിന്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കാണുക, അത് കണ്ടാലേ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യൻ എനിക്ക് നിങ്ങളെ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അതും നല്ല ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലാസ്സുകൾ ഓൾറെഡി യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, പേഡ് എടുത്തവർക്ക് കറക്റ്റായിട്ട് സെറ്റായി മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ ഓക്കെ നോക്ക്, വിത്ത് റെഫറൻസ് നമ്പർ ഗ്രേറ്റർ ദാൻ 1. ഇത് ഞാനൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആർക്കെങ്കിലും കുറച്ച് പേർക്ക് ഡൗട്ട് കാണും. ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സെൽഫ് ആൻഡ് റെസിപ്രോക്കൽ ഈസ് 25% ഓഫ് ദ സം ഓഫ് ഇറ്റ്സെൽഫ് ആൻഡ് റെസിപ്രോക്കൽ. എക്സ് 1/x ആണെങ്കിൽ ഇത് എക്സും എക്സ് മൈനസ് 1/x ആണ്. എക്സ് പ്ലസ് 1/x, എക്സ് മൈനസ് 1/x എന്ന് പറയുന്നത് 25%, 1/4 ആണ്. എക്സ് മൈനസ് 1/x 1 ആണെങ്കിൽ എക്സ് പ്ലസ് 1/x, എക്സ് മൈനസ് 1/x ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1/xന്റെ വാല്യൂ ആണ് 1/4 എന്ന് തന്നിട്ടുള്ളത്. ഡയറക്റ്റ് എനിക്ക് തിരിച്ചെഴുതാം എക്സ് പ്ലസ് 1/x ബൈ. എന്തുകൊണ്ടാണ് കമ്പൗണ്ടോ ഡിവിഡൻഡോ എടുക്കുന്നത് ഇങ്ങനെയാണ്. കമ്പൗണ്ടോ ഡിവിഡൻഡോ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, റേഷ്യോയിലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂട്ടിയിട്ട് ന്യൂമറേറ്റർ എഴുതും, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കുറച്ചിട്ട് താഴെ എഴുതും. അതേ പ്രോസസ് തന്നെ ഇവിടെയും ചെയ്യണം. അതാണ് കമ്പൗണ്ടോ ഡിവിഡൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഫ്രാക്ഷനിൽ കമ്പൗണ്ടോ ഡിവിഡൻഡോ ചെയ്താൽ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതേ ഡിവൈഡഡ് ബൈ ഇവിടെ ഉള്ളത് x/1/x. അതാണ് ഡയറക്റ്റ് എങ്ങനെ എഴുതിയത്, എക്സ് സ്ക്വയർ എന്ന് എഴുതിയത്. അപ്പോൾ ഇവിടെ കമ്പൗണ്ടോ ഡിവിഡൻഡോ അപ്ലൈ ചെയ്തു, 5/3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ചോദിക്കുന്നത് എന്താ, ഹൗ മച്ച് പെർസെന്റേജ്. നിങ്ങൾ 5/3 റൂട്ട് എടുക്കാനോ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണോ നിൽക്കേണ്ട. എക്സിന്റെ വാല്യൂ √5/√3 എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ പോയി. ചോദിക്കുന്നത് എന്താ, ഹൗ മച്ച് പെർസെന്റേജ് ഈസ് ഫോർത്ത് പവർ ഓഫ് ദ നമ്പർ ഗ്രേറ്റർ ദാൻ സ്ക്വയർ. പിന്നെ ഫോർത്ത് പവർ ഉണ്ട്, സ്ക്വയർ കിട്ടി. ഫോർത്ത് പവർ ആക്കാൻ വേണ്ടി സ്ക്വയർ ചെയ്താൽ ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല, ഇതിന്റെ സ്ക്വയർ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, പെർസെന്റേജ് കണ്ടുപിടിക്കാൻ റേഷ്യോ എടുത്താൽ മതി. ഇത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇത് അറിയാത്തവർക്ക്, ചെയ്തിട്ട് പോവാത്തവർക്ക് ഒരിക്കലും ഇത് സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇത് ഒരു വട്ടം ചെയ്തിട്ട് പോയവർക്ക് ചിലപ്പോൾ ക്യൂബിന് വരും, ഇവിടെ ഫോർത്ത് പവറിന് വരും, ഫിഫ്ത്ത് പവർ വരും. ഫിഫ്ത്ത് പവർ എന്നാലും നിങ്ങൾക്ക് എന്തുണ്ട്, ഇതിനെ സിക്സ്ത് പവർ വരും. ഇതിന്റെ ക്യൂബ് എടുത്താൽ മതി, ഡയറക്റ്റ് ക്യൂബ് എടുത്താൽ. ഫിഫ്ത്ത് പവർ ആകുമ്പോൾ പിന്നെ നമ്മൾ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, ഇതിന്റെ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ചെറിയ ചെറിയ ചേഞ്ചുകൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിനകത്ത് പ്രതീക്ഷിക്കാം. പക്ഷെ നിങ്ങളുടെ മെത്തേഡ്സ് എന്ത് തന്നെയാണ്, ഇത് തന്നെയാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് കിട്ടിയെന്ന് എനിക്കറിയില്ല, എത്രത്തോളം നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോകണ്ട, ചെയ്തിട്ട് പോകണ്ട, സെറ്റാക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. 2/3 66.7%. ഇത് ഇന്നത്തെ ഏറ്റവും അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും അടിപൊളി മെത്തേഡാണ്. ഇനി എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. CGL ക്രാഷ് കോഴ്സിൽ ഈ ടൈപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് വേണമെങ്കിൽ ചെയ്തിട്ട് പോയിരുന്നു. നിങ്ങളതൊക്കെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ്സുകളിൽ പുറകിലോട്ട് പോയിട്ട് കാണുക. യെസ്, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെ വന്നിട്ടുള്ളതാണ്, പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് എടുത്തത്. ചെയ്തേ പറ്റൂ, ചെയ്തേ പറ്റൂ, അങ്ങനത്തെ ഉള്ള അവസ്ഥയാണ്. യെസ്, ഓപ്ഷൻ തരാം, അപ്പോഴത്തേക്കൊന്ന് ചെയ്തേ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ലെങ്ത് കണ്ടിട്ട് ഇത് ഫസ്റ്റ് റൗണ്ട് ചെയ്യണ്ട, നിങ്ങൾ സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ ചെയ്താൽ മതി. പക്ഷെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളെ ജോലിയിലോട്ട് കയറ്റുന്ന ബാക്കിയുള്ളവർ ചെയ്യാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ സമയം എടുക്കുമെന്ന് പറഞ്ഞിരിക്കും. പ്രാക്ടീസ് എത്രത്തോളം ചെയ്യണം അതനുസരിച്ച് എത്രത്തോളം ചെയ്താൽ ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, എ 16.4% മോർ. ഓപ്ഷൻ ബി 8.2% മോർ. ഓപ്ഷൻ സി 16.4% ലെസ്. 8.2% ലെസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഓക്കെ, കിട്ടിയോ ആൻസർ? ട്രൈ ചെയ്ത് നോക്കേ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ആൻസർ കിട്ടുവിൻ്റെ. ഓക്കെ, നമുക്ക് ചെയ്യാം. മന്ത്ലി സാലറി പേഴ്സൺ എത്രയാണ്? 5,000 ആണ്. ഓക്കെ, 50,000 ആണ്. ഹി യൂസ് ടു സ്പെൻഡ് 3 ഹെഡ്സ് ആണ്. എക്സ്പെൻസ്, ടാക്സ്, ഫിലാന്ത്രോപ്പി. ഇതേപോലത്തെ പണ്ട് CPO വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അതല്ല, അതിനേക്കാൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇയർ സേവിംഗ് ആണ്. ഇ വാസ് 50% ഇൻകം, ടി വാസ് ഇത്രയാണ്. വെൻ സാലറി 40% കൂടിയുമ്പോൾ പെർസെൻറ്റേജ് ലെവൽ സെയിം ആണ്. ഹി മെയിൻറ്റൈൻഡ് ലെവൽ ഓഫ് ഇ. ടി ബിക്കം ഇത്രയും, പി ബിക്കം ഇത്രയും. ബൈ വാട്ട് പെർസെൻറ്റേജ് ദ ന്യൂ സേവിംഗ് മോർ ഓവർ ലെസ് ദാൻ ദ ഏർലിയർ സേവിംഗ്. സേവിങ് മതി, എല്ലാം പെർസെൻറ്റേജ് തന്നേക്കുന്നത്.
അപ്പോൾ ഇനിഷ്യലായിട്ടുള്ള ഈ 50,000 ഒരു റെലവൻസും ഇല്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇനിഷ്യലായിട്ട് ഞാൻ എടുക്കുവാണ് അയാളുടെ 1000 രൂപയാണ് അയാളുടെ ഇൻകം ആയിരുന്നെങ്കിൽ എക്സ്പെൻസ് ഏതൊക്കെയുള്ള എക്സ്പെൻസ്, ടാക്സ്, ഫിലാന്ത്രോപ്പി ആൻഡ് സേവിങ്. ഓക്കെ, സേവിങ്. അപ്പോൾ എക്സ്പെൻസ് എത്ര? 20%, 50% ഓഫ് ഇൻകം, അതായത് 500 രൂപ. ഇതിൻ്റെ 1000-ന് 50%. ടി വാസ് 20% ഓഫ് ഇതിൻ്റെ 20%, 100 രൂപ. പി വാസ് 15% ഓഫ് ടി, ഇതിൻ്റെ 15% 15. അപ്പോൾ എത്രയായി? 600, 615 റിമൈനിങ് എത്ര ഉള്ളത്? 85, 385 സേവിങ്. ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്തെങ്കിലേ പറ്റൂ. കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് മലയാളത്തിൽ ഇങ്ങനത്തെ ക്ലാസ്സുകൾ കിട്ടത്തില്ല. ഞാൻ ഉറപ്പ് തരാം, ഉറപ്പ്. നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യുക, വേറെ വഴിയില്ല. ഓക്കെ, നെക്സ്റ്റ് 1000 എന്നുള്ളത് 40% എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്ത് 1400 ആയി. ഇതിൻ്റെ 40% 400 ആണ്. 1400 സെയിം പെർസെൻറ്റേജ് ലെവൽ ഓൺ ഇ. ഇതിൻ്റെ 50% തന്നെ 700 ഇ. ടി ബിക്കം 30% ഓഫ് ടി. 30% ആകുമ്പോൾ 210. ടി ബിക്കം 20% ഓഫ് ടി. ഇതിൻ്റെ 20% ആകുമ്പോൾ 42. എത്ര ഇത്? 910, 952. ബാക്കി 48, 400, 448. ഓക്കെ, പുതിയ സേവിങ് ഇത്രയാണ്. അപ്പോൾ എത്രയാണ്? ബൈ വാട്ട് പെർസെൻറ്റേജ് ന്യൂ സേവിങ് മോർ ഓർ ലെസ് ദാൻ ദ എർലിയർ സേവിങ്. ഇതിൻ്റെ ഡിഫറൻസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മോറാണ്, അപ്പോൾ ലെസ് അല്ല. എത്ര കൂടുതൽ? 15, 48, 63 കൂടുതൽ. 63 കൂടുതൽ 385. അപ്പോൾ നോക്കുമ്പോൾ തന്നെ നിങ്ങളിത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഓപ്ഷൻ എ മാർക്ക് ചെയ്യും. ഒന്നും എഴുതാതെ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പറ്റും. അങ്ങനെ പറ്റണം. എങ്ങനെ അത് ചെയ്തത്? എങ്ങനെ അത് അങ്ങനെ മാർക്ക് ചെയ്തത്? 63 കൂടുതൽ. എത്രനേക്കായി? 385. അപ്പോൾ ഇതിൻ്റെ 10%. ഓപ്ഷൻ രണ്ടും നോക്കി, മോറുള്ള 2 ഓപ്ഷൻ ഉള്ളൂ. ഇതിൻ്റെ 10% തന്നെ 38. അപ്പോൾ 10% കൂടുതലല്ലേ 63 എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ 10% കൂടുതലായിരിക്കും. അപ്പോൾ ഇതിന് ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. ഒരു 100 × 100 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെർസെൻറ്റേജ് എന്താണെന്ന് അറിയണം. പെർസെൻറ്റേജ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റിനും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്രോക്സിമേഷന് മതി. ഒരിക്കലും നിങ്ങൾ ഫുള്ളൊന്നും കറക്റ്റ് 1 ഡെസിമൽ പ്ലേസോ അതെന്തോ അവർ പറഞ്ഞോട്ടെ. കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മെത്തേഡ് ശ്രദ്ധിച്ചോളുക. ഇവിടെ 50,000 ഒരു റെലവൻസും ഇല്ല. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ എ 16.4 നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ്, ഓക്കെ. A is 80% more than B. C is ഇത്രയും ലെസ് ദാൻ സം ഓഫ് A plus B. By what percentage C is less than B? അപ്പോൾ എയും ബിയും സിയും 80% മോർ ദാൻ ബി ആണ്. ബിയും 100 ആണെങ്കിൽ A 180 ആണ്. ഇനി എന്താ പറഞ്ഞത്? സി ഈസ് ഇത്രയും പെർസെൻറ്റേജ് ലെസ്. ഇത്രയും പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്ര? 47. ഇതിനെ ഫ്രാക്ഷനിലാക്കണം. 47 എന്ന് പറയുമ്പോൾ 280, 56. 336 340 അല്ലേ? 280, 56. 336 340. 340/700, അതായത് 34/70. 34/70. 34/70 ലെസ് ആണ്. ലെസ് ദാൻ ദ സം ഓഫ് A plus B. അതായത് സം ഓഫ് A plus B 70 ആണെങ്കിൽ അതിനേക്കായി 34 കുറച്ച്. 34 കുറവെന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 അല്ലേ? 6 40 36 ആണ്. 70 ആണെങ്കിൽ 36 ആണ്. 70 വരെ ഇത്ര സം എന്ന് പറയുന്നത് 280. 180, 100. സം ഓഫ് A plus B 70 ആണെങ്കിൽ ഇത് 36 ആണ്. 34 കുറച്ച്, 70-നേക്കായി 34 കുറച്ച് 36 ആണ് സി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ സം ഓഫ് A plus B 280. 70 × 4 ആണ്. ഇത് 36 × 4 144. അപ്പൊ ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് പറ്റണം. ഇങ്ങനെ എഴുതാൻ പറ്റണമെങ്കിൽ കാൽക്കുലേഷൻ വേണം. ഇതൊക്കെ മൈൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, മൈൻഡിൽ ചെയ്യാൻ പറ്റും. എത്രത്തോളം മൈൻഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ എഴുതാൻ പറ്റും. ബൈ വാട്ട് പെർസെൻറ്റേജ് സി ലെസ് ദാൻ? എത്രയാണ് ലെസ്? 36 ലെസ് എത്ര? 180. 36/180 എന്ന് പറയുമ്പോൾ 36 എന്ന് പറഞ്ഞാൽ എത്ര? 180. 20%. ഓപ്ഷൻ ഡി എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഇത്രയും ഇതിനകത്ത് എഴുതാനുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം എന്താണ്? ഇത്രയേ ഉള്ളൂ. ഈ 3 സാധനങ്ങൾ എഴുതാനുള്ളൂ. ഇതെല്ലാം മൈൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന് നിങ്ങളുടെ കാൽക്കുലേഷൻ ഇതിനാണ്. ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ബേസിക് ക്ലാസ്സുകളും ഉണ്ട്, എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. സിംഗിൾ ഒരു ലെവലിലുള്ള ക്ലാസ്സുകൾ മാത്രമല്ല നമ്മുടെ ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യാം? എൻ്റെ ക്ലാസ് കണ്ടുവന്നവർക്ക് സെറ്റാണ്. നിങ്ങൾ കമൻറ്റ് പറയണം, ഇങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന മെത്തേഡ്സ്, അതെല്ലാം നിങ്ങൾ പറയണം. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂ ടു ഇൻഫ്ലേഷൻ കോസ്റ്റ് ഓഫ് മന്ത്ലി ഹൗസ് ഹോൾഡ് ഐറ്റം gone up by 20%. The salary of the family increased by only 10%. Initially, the family used to spend 20% of the salary on the household items. What percentage of the present salary should the family spend to buy the same quantities of household items? Okay, ഇവിടെ എന്താ? ഇൻഫ്ലേഷൻ കാരണം ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ മന്ത്ലി ഹൗസ് ഹോൾഡ് 20% കൂടി, സാലറി 10% കൂടി. ഇനിഷ്യലി ഫാമിലി യൂസ് ടു സ്പെൻഡ് 20% ഓഫ് സാലറി ഓൺ ഹൗസ് ഹോൾഡ് ആയിട്ട്. അപ്പോൾ ഇവിടെ ഇതിന്റെ മെത്തേഡാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇത് കാണുമ്പോൾ സിമ്പിൾ ക്വസ്റ്റൻ ആണെന്ന് തോന്നും. സിമ്പിൾ ക്വസ്റ്റൻ തന്നെയാണ്. 100 രൂപയായിരുന്നു അവരുടെ സാലറി എങ്കിൽ അതിനകത്ത് 20%, 20 രൂപയായിരുന്നു എന്ത് ചെയ്തത്? അവർ ഹൗസ് ഹോൾഡ് ഐറ്റംസിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇൻഫ്ലേഷൻ കൂടിയപ്പോൾ, ഇൻഫ്ലേഷൻ അവിടെ നിൽക്കട്ടെ, സാലറി ഓഫ് ദ ഫാമിലി എന്താ? 10% കൂടി. 100 സാലറി ഉള്ള ആ ഫാമിലി ഇപ്പം എന്തായി? 110 അവരുടെ സാലറി. പക്ഷേ എത്രയായി കോസ്റ്റ്? ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ മന്ത്ലി ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഹാസ് ഗോൺ അപ്പ് ബൈ 20%. അവർ സെയിം ക്വാണ്ടിറ്റീസ് ഓഫ് ഹൗസ് ഹോൾഡ് ഐറ്റമാണ് വാങ്ങുന്നത്. നേരത്തെ 20 രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനത്തിന്
20 രൂപ ആയിരുന്ന സാധനത്തിന് അതിന്റെ വില എന്ത് ചെയ്തു? ഇത്രയും സാധനത്തിന്റെ വില 20% കൂടി. 20% എന്ന് പറഞ്ഞാൽ 4ആണ്. 10% 2 4ആണ്. അത് ഇപ്പൊ എത്ര രൂപയായി? 24. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇപ്പോഴത്തെ ആ ഒരു കുടുംബത്തിന്റെ അതേ സാധനം വാങ്ങണമെങ്കിൽ എത്ര രൂപയാണ്? സാലറി 10 രൂപ കൂടി. പക്ഷേ ഇൻഫ്ലേഷൻ കാരണം നേരത്തെ 20 രൂപയ്ക്ക് കിട്ടുന്ന സാധനത്തിന് ഇപ്പൊ എത്രയായി? അതിന്റെ 20% കൂടി 24 രൂപ. ഇപ്പൊ ചോദിക്കുന്നത് വാട്ട് പെർസെന്റേജ് ഓഫ് ദ പ്രസന്റ് സാലറി ഷുഡ് ദ ഫാമിലി സ്പെൻഡ് ടു ബൈ ദ സെയിം ക്വാണ്ടിറ്റീസ് ഓഫ് ഹൗസ് ഹോൾഡ് ഐറ്റം. അതായത് 24 രൂപ നമ്മൾ ചെലവാക്കുന്ന ഹൗസ് ഹോൾഡിന് ടോട്ടൽ എത്ര? 110. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 2 0 240 100 ചെയ്യുമ്പോൾ പെർസെന്റേജ് കിട്ടും. 270 11 2 ബാക്കി 20 11 1 21 പോയിന്റ് സംതിങ്. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കിട്ടും. ഇത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റിനകത്ത് ഈ ലാംഗ്വേജ് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. നല്ല ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇലക്ഷന്റെ ക്വസ്റ്റ്യൻ ക്ലാസ്, ഇലക്ഷന്റെ ഒരു 45-50 മിനിറ്റത്തെ ഒരു ഫുൾ ക്ലാസ് നമ്മൾ അച്ചീവേഴ്സ് ബാച്ചിന്റെ ഫസ്റ്റ് വീഡിയോ അച്ചീവേഴ്സ് ബാച്ചിന്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇലക്ഷന്റെ കംപ്ലീറ്റ് ക്ലാസ് ആണ്. അപ്പൊ അതിൽ വ്യൂസ് ഒക്കെ കുറവാകുന്നത് നിങ്ങൾ അതിന്റെ സീരിയസ്നെസ്സോടെ ആ ഒരു ടോപ്പിക്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിന്റെ സീരിയസ്നെസ്, ആ ഒരു ക്ലാസിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അതിന്റെ വ്യൂസ് ഒക്കെ ഇത്ര കുറയുന്നത്. നിങ്ങളതൊന്ന് കണ്ടത് മനസ്സിലാക്കണം. നിങ്ങൾ പിന്നെ ഇലക്ഷൻ എന്ന് പറയുന്നത് എവിടെയും പോയി നോക്കേണ്ട ആവശ്യമില്ല. അതേ ഒരു ഇതിൽ വരുന്ന ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ, ഇലക്ഷന്റെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ, അത് ചെയ്തിട്ടില്ലാത്ത വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ. In an election between 3 candidates PQR, 20% votes polled were declared invalid. അപ്പം ഇപ്പൊ നമുക്ക് 1000 വോട്ടാണ് ഉള്ളെങ്കിൽ 20% ഇൻവാൽഡ് ആണ്, ബാക്കി 800 വോട്ടാണ് ഉള്ളത്. ഔട്ട് ഓഫ് ദ വാൾഡ് വോട്ട്സിൽ പിക്ക് എത്ര? 30 വോട്ട് കിട്ടുന്നുണ്ട്. പിക്ക് 30 വോട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ 240 വോട്ട് കിട്ടുന്നുണ്ട് പിക്ക്. പിന്നെ ക്യൂവും 6 ആണുള്ളത്. റിമൈനിങ് വാൾഡ് വോട്ട്സ് വെർ ഷെയർ ഇൻ ക്യൂ ആൻഡ് ആർ ഇൻ ദ റേഷ്യോ 11:9. ടോട്ടൽ 11 ആണ്, ടോട്ടൽ 20 ആണ്. ബാക്കി എത്ര ഉള്ളത്? 840 250 560. 560 ആണ് ടോട്ടൽ 20 യൂണിറ്റ് ആയിട്ട് മാറ്റിയിരിക്കുന്നത്. റേഷ്യോ നമ്മൾ പഠിച്ചാണ്. 20 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 560 ആണ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 280 ആണ്. അപ്പോൾ ഇവന് ഓക്കെ 560 അല്ലേ? 60. ഓക്കെ, 560 ആണ് 20 യൂണിറ്റ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 28 ആണ്. 28 ഗുണം 11 ആണ് ഇവിടെ വരുന്നത്. 28 ഗുണം 11 എന്ന് പറയുമ്പോൾ 280 28 308 ക്യൂവിനും കിട്ടും. ബാക്കി 28 ഗുണം 9 എന്ന് പറയുമ്പോൾ 280 28 കുറയ്ക്കണം. 252 6. കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്തെങ്കിലേ പറ്റും. കാൽക്കുലേഷൻ നിങ്ങളുടെ സ്പീഡ്, അത് നിങ്ങളുടെ ഡെയിലി മാത്സിന്റെ എക്സസൈസ് ആണ്. അത് ഞാൻ എന്ന് യൂട്യൂബിൽ ക്ലാസ് തുടങ്ങിയോ അന്ന് മുതലേ പറയുന്ന കാര്യമാണ്. ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അത് ചെയ്തവർക്ക് ഇത് അറിയാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ക്ലാസ്സിന്റെ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അന്ന് മുതൽ ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് ഇപ്പോൾ കാൽക്കുലേഷൻ ഒക്കെ വളരെ എളുപ്പമായിരിക്കും, അവർക്ക് ജോലിയും കിട്ടിക്കണം. ഇഫ് പി ഹാസ് റിസീവ്ഡ് 150 വോട്ട്സ് ലെസ് ദാൻ ആർ, പിക്ക് എത്ര വോട്ടാണ് ഇവിടെ കുറവ് കിട്ടിയത്? 12 ആണ്. ഈ 12 യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 150. നമുക്ക് എന്താ? ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ്. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് നമ്മൾ എത്ര കൊടുത്തേക്കുന്നത്? 1000 ആണ്. ഇപ്പൊ 12 കൊണ്ട് വെട്ടുമ്പോൾ എത്ര ഇട്ടത്? 12 1 ബാക്കി 30 12 2 1 2 വരുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതും അതേപോലത്തെ ഇലക്ഷന്റെ ക്ലാസ് കണ്ടവർക്ക് പിന്നെ പറ്റും ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കുറച്ച് കാൽക്കുലേഷൻ വന്നതാ, റേഷ്യോയും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. റേഷ്യോയുടെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. SSC GD എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. SSC GD 2022 പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് എന്താണ് എല്ലാത്തിന്റെയും ബേസിക്, അരിത്തമെറ്റിക് പോർഷന്റെ എല്ലാത്തിന്റെയും ബേസിക്കായിട്ട് നിങ്ങൾ എന്തറിയണം അത് പറഞ്ഞിട്ടുണ്ട്. അത് സ്പീഡ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ അത് സ്പീഡ് കുറച്ച് കാണുക. അങ്ങനെ കണ്ടവർക്കെല്ലാം അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് ഇത് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇത് നല്ല ക്വസ്റ്റ്യൻ, നല്ല മെത്തേഡ് ആയിരുന്നു. ഇത് വലുതായിട്ട് തോന്നും, പക്ഷേ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് കുഴപ്പമില്ല. ഇത് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ഇനി അടുത്ത ടൈപ്പിൽ ഈസി ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല കേട്ടോ, ഇതൊന്നും നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. യെസ്, ഇതും നല്ല ടൈപ്പ് ആയിരുന്നു. ഇത് നമ്മൾ ഹോംവർക്ക് ആയിട്ട് തന്നു. രണ്ടും ആവറേജ് ലെവലായിരുന്നു. ഓക്കെ, ഇതൊക്കെ നല്ലതായിരുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചു. 2 ക്ലാസ് പെർസെൻറ്റേജിന്റെ അച്ചീവേഴ്സ് ബാച്ചിൽ നമ്മൾ ചെയ്തു. ഓക്കെ, ഹൈ ലെവലായിട്ടുള്ള ബെസ്റ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അടുത്ത ചാപ്റ്റർ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും. നിങ്ങൾ CGLന്റെ ഓൺലൈനായിട്ടുള്ള നല്ല ക്ലാസ്സുകൾ ഫുൾ മാർക്കും വാങ്ങാൻ സെറ്റായിട്ടുള്ള 3 ബാച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം. സെറ്റായിട്ട് 2 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 മാസം കൊണ്ട് ക്ലിയർ ചെയ്യാന്നല്ല പറയുന്നത്. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക. ഇത് കിട്ടുന്നെങ്കിൽ ഈ വട്ടം കിട്ടും, അല്ലെങ്കിൽ നിങ്ങളത് അടുത്ത എക്സാമിനായാലും നിങ്ങൾക്കത് ഉപയോഗിക്കും. ഏത് എക്സാമിനായാലും CGLന് പഠിക്കുന്നത് ഒരിക്കലും എന്താകത്തില്ല, വേസ്റ്റ് ആയി പോവില്ല. എല്ലാ എക്സാംസിനും അത് ഉപയോഗിക്കാൻ പറ്റും. ഈവൻ റെയിൽവേക്കും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. ചാനലിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കി ക്ലാസ്സുകളെല്ലാം കാണുക, എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകൾ കാണുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇപ്പോൾ താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഫീഡ്ബാക്കുകൾ, ക്ലാസ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ എല്ലാം കമൻ്റായിട്ട് പറയുക. കമൻ്റായിട്ട്
പറയുന്നതിന് കാരണം അത് കാണുമ്പോൾ അടുത്ത ക്ലാസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇൻസ്പിറേഷനാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി, നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.